വില്ലേജ് ഓഫീസർമാർ പള്ളികളിലെത്തി വിശ്വാസികളുടേതടക്കം വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങുന്നു. ശേഖരിക്കുന്ന വിവരങ്ങൾ RDOമാർ ഈ ആഴ്ച തന്നെ അതത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറണമെന്നാണ് സർക്കാർ നിർദ്ദേശം. യാക്കോബായ ഓർത്തഡോക്സ് സഭാ കേസിൽ വിവരശേഖരണം നിർണായകമാകും. കഴിഞ്ഞ മാസം 17 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിനു വേണ്ടി ഫയൽ ചെയ്ത ചാർട്ട് പ്രകാരമുള്ള വിവരങ്ങളാണ് വില്ലേജ്, പഞ്ചായത്ത് അധികാരികൾ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ ക്രൈസ്തവ ജനസംഖ്യ, പഞ്ചായത്ത്, സബ് ഡിവിഷൻ തലത്തിലുള്ള യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ എണ്ണം, പഞ്ചായത്തിന്റെ പേര്, യാക്കോബായ വിശ്വാസികളുടെ എണ്ണം, ഓർത്തഡോക്സ് വിശ്വാസികളുടെ എണ്ണം എന്നീ ക്രമത്തിൽ ചാർട്ടായി നൽകണം. സംസ്ഥാനത്തെ എല്ലാ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളുടെയും വിവരങ്ങൾ വില്ലേജ്, സബ് ഡിവിഷൻ തലത്തിൽ നൽകണം. ഓരോ പള്ളിയുടെയും മാനേജിംഗ് അതോറിറ്റി ഏതെന്നും വ്യക്തമാക്കണം. വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത്, പള്ളിയുടെ പേര്, ഓരോ പള്ളിയിലെയും ഭരണ നിയന്ത്രണം ആർക്ക് എന്നീ ക്രമത്തിലാണ് നൽകേണ്ടത്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽ നിന്നുള്ള സംസ്ഥാനത്തെ മൊത്തം ക്രിസ്ത്യൻ ജനസംഖ്യ പഞ്ചായത്ത് അല്ലെങ്കിൽ സബ് ഡിവിഷൻ തലത്തിൽ നൽകണം. ഈ ഡേറ്റയെ അടിസ്ഥാനമാക്കി ഇനി പറയുന്ന വിശദാംശങ്ങൾ പൂരിപ്പിക്കണം. ഇരുവിഭാഗത്തെയും പള്ളികളുടെ ആകെ എണ്ണം, യാക്കോബായ വിഭാഗത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ആകെ പള്ളികളുടെ എണ്ണം, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ആകെ പള്ളികളുടെ എണ്ണം, യാക്കോബായ വിഭാഗം സ്വതന്ത്രമായി നിർമ്മിച്ചതും ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമായ പള്ളികളുടെ എണ്ണം, ഓർത്തഡോക്സ് വിഭാഗം സ്വതന്ത്രമായി നിർമ്മിച്ചതും ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമായ പള്ളികളുടെ എണ്ണം എന്നിവ വില്ലേജ് ഓഫീസർ പൂരിപ്പിച്ചു നൽകണം. ഇരുവിഭാഗവും സ്വതന്ത്രമായി പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും അവ അതാത് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും അതിന്റെ നടത്തിപ്പും ഉടമസ്ഥതയും സംബന്ധിച്ച് തർക്കങ്ങളൊന്നും നിലവിലില്ലെന്നും ഈ പള്ളികൾ മൊത്തം പള്ളികളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും സർക്കാർ വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. മാനേജ്മെന്റ് തർക്കത്തിലിരിക്കുന്നതും കൂടാതെ വ്യക്തമല്ലാത്തതുമായ എല്ലാ പള്ളികളുടെയും ലിസ്റ്റും അവയുടെ ഭരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സ്ഥിതിയും ഈ പള്ളികളിലെ ഇടവകക്കാരുടെ ഘടനയും പ്രത്യേകമായി നൽകണം. വില്ലേജ് അഥവാ പഞ്ചായത്തിന്റെ പേര്, പള്ളിയുടെ മാനേജ്മെന്റ് തർക്കത്തിലാണ് അഥവാ അവ്യക്തമാണ്, പള്ളിയുടെ ഭരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സ്ഥിതി, അതത് പള്ളികളിലെ ഇടവകക്കാരുടെ ഘടന എന്നിങ്ങനെയാണ് മറ്റൊരു ഫോറത്തിൽ രേഖപ്പെടുത്തേണ്ടത്. എല്ലാ ജില്ലകളും അഥവാ പഞ്ചായത്തുകളും തിരിച്ചുള്ള വിശദാംശങ്ങൾ ചേർക്കണമെന്നും നിർദ്ദേശിക്കുന്നു. 4 വിധത്തിലുള്ള ഡേറ്റാ ഫോറങ്ങളാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ ഫോറങ്ങൾ പ്രകാരമുള്ള വിവരങ്ങളാണ് വില്ലേജ് ഓഫീസർമാർ പൂരിപ്പിച്ച സർക്കാരിന് കൈമാറേണ്ടത്. ഈ മാസം 29, 30 തീയതികളിലാണ് ഹൈക്കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹർജിയും 6 യാക്കോബായ പള്ളികളുടെ ഹർജിയും ഓർത്തഡോക്സ് സഭയുടെ തടസ്സ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപായി സുപ്രീം കോടതി ആവശ്യപ്പെട്ട മുഴുവൻ വിവരങ്ങളും സർക്കാർ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇരുവിഭാഗത്തിനും അവരവരുടെ പട്ടികയും നൽകാം.